കൊണ്ടുപിടിച്ച സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു കേരളത്തിലെ മുന്നണികൾ. വിജ്ഞാപനം വരും മുമ്പ് കോട്ടയത്തും തൃശൂരും കളം തെളിഞ്ഞും കഴിഞ്ഞു. 27 പാർട്ടി പട്ടിക. കോൺഗ്രസിലും ഏറെക്കുറെ ധാരണ. ലീഗുമായി ചർച്ച ബാക്കി. തൃശൂരിൽ തികഞ്ഞ പ്രതീക്ഷയോടെ BJP. കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും വന്നേക്കുമോ എന്ന് കണ്ടറിയുകയും വേണം. കണക്കുകൂട്ടലുകളും തുടങ്ങിക്കഴിഞ്ഞു. KK ശൈലജയടക്കം പേരുകൾ കേൾക്കുന്നു. ഒന്നിൽ നിന്ന് വെട്ടിപ്പിടിക്കാൻ എത്രയെന്നാണ് CPM-ന്റെ എത്തിനോട്ടം. വിട്ടുകൊടുക്കാതിരിക്കാൻ എന്തു വേണമെന്ന് കോൺഗ്രസ് തലപുകയ്ക്കുന്നു. എന്തു ചെയ്താൽ കാലുകുത്താമെന്ന് BJP-യും. കേരളത്തിൽ കളം തെളിഞ്ഞോ? കരുത്തർ കളത്തിലിറങ്ങുമോ? വികസനമോ വിവാദങ്ങളോ സർക്കാരിന്റെ വിലയിരുത്തലാകുമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ, BJP-യിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫസൽ ഗഫൂർ. സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, ഈ 19-1 എന്ന നിലവിലെ സ്ഥിതിക്ക് എത്രത്തോളം മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്? ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണി അതിനുള്ള എന്തൊക്കെ തയ്യാറെടുപ്പുകൾ യഥാർത്ഥത്തിൽ പൂർത്തിയായിട്ടുണ്ട്? മാധു, ആദ്യം പറയാനുള്ളത്, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP-മാർക്ക് എല്ലാവർക്കും തന്നെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കെ സുധാകരൻ മത്സരിക്കത്തില്ല എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഏറ്റവും ഒടുവിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. എന്തിനാണ് ഈ MP-മാർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ കൃത്യമായ രീതിയിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. എന്തിനാണ്? ലോക്സഭയിൽ 5 വർഷം നിശബ്ദ ജീവികളായിരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് കേരളത്തിൻ്റെ വികസനത്തിന് അട്ടിമറിക്കാൻ, അതായത് കേരളത്തിൻ്റെ വികസനങ്ങളെ എതിർക്കാൻ വേണ്ടി മാത്രം പാർലമെൻറ്റിൽ കൈ ഉയർത്തിയ ഈ MP-മാർക്ക് ഇനിയും വോട്ട് ചെയ്യണമെന്നൊരു ചോദ്യം പ്രഭുത്വ കേരളം വളരെ വ്യക്തമായിട്ട് തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൻ്റെ വികസന പദ്ധതികൾക്കെതിരെ മന്ത്രിതലത്തിൽ തന്നെ മെമ്മോറാണ്ടം കൊടുത്തവരാണ് ഈ MP-മാർ. അതായത് കേരളത്തിൽ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾക്കെതിരെ കേന്ദ്രത്തിൽ പിടിച്ചുപറിച്ച്, അതായത് ശക്തമായ രീതിയിലുള്ള ബാധ്യതകൾ ഉയർത്തി സ്വന്തം സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരേണ്ട MP-മാർ, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കൊണ്ടുവരേണ്ട ഈ MP-മാർ കേരളത്തിലെ വികസനത്തിനെതിരെ നിവേദനങ്ങളും പ്രക്ഷോഭണം നടത്തിയവരാണ്. അവർക്ക് എന്തിനാണ് വോട്ട് ചെയ്യുന്നൊരു ചോദ്യം വലിയ രീതിയിൽ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് ചിത്രം. കേരളത്തിൽ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 2019 ഒരൊറ്റ സീറ്റ് കിട്ടിയുള്ളൂ, ആലപ്പുഴയെ. ഇത്തവണ ചിത്രം മാറുകയാണ്. കഴിഞ്ഞ തവണത്തെ ഘടകം പാതൂര് നമുക്കെല്ലാം അറിയാം. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അവിടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ ഒരു പബ്ലിസിറ്റി, ഒരു പ്രൊപ്പഗൻഡ വ്യാപകമായിട്ട് വന്നു. അപ്പോൾ പിന്നെ കോൺഗ്രസ്സിൽ ജയിച്ചു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകളെ ജയിപ്പിച്ചു വിട്ടു. പക്ഷേ ഇത്തവണ എന്തല്ല, ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നാൽ പോലും ചിത്രം മാറത്തില്ല. എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഒന്ന് മത്സരിക്കുന്നത്? കേന്ദ്രതലത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഐക്യനിരയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു ഘടകകക്ഷിയുടെ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാനുള്ള ഒരു ഗതികേട് രാഹുൽ ഗാന്ധിക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരേന്ത്യയിൽ നിന്ന് തോക്കുമെന്നുള്ള ഭയത്താലല്ലേ അദ്ദേഹം വയനാട്ടിലേക്ക് വരുന്നത്? ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ 12-നും 15-നും ഇടയ്ക്ക് സീറ്റ് കേൾക്കുമ്പോൾ എക്സാജറേഷൻ എന്ന് തോന്നുന്നു. ഒരു എക്സാജറേഷനും അല്ല. കേരളം മുഴുവൻ നിങ്ങൾ വേണമെങ്കിൽ വിശദമായിട്ട് സംസാരിക്കാം. ഒരു സംശയത്തിനിടയില്ലാണ്ട് പറയാം, 12 സീറ്റ് ഏറ്റവും കുറഞ്ഞത് LDF-ന് കിട്ടും. ഒറ്റ വാചകോടെ പറഞ്ഞിട്ട് ആദ്യത്തെ ഘട്ടം ഞാൻ അവസാനിപ്പിക്കാം. അതായത് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ അല്ലെ, ഇതൊന്നുകൊണ്ട് പറഞ്ഞു മുറിക്കോട്ടെ, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ അപകടകരമായ യാഥാർത്ഥ്യം എന്താ? ഇന്ത്യയിലെ ജനാധിപത്യത്തിന് അപകടം വന്നിരിക്കുന്നു. വർഗീയപരമായി ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ചിരിക്കുന്നു. ഈ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടിയെടുത്ത ജനാധിപത്യത്തിനെ ഹത്യ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ പാർലമെന്റ് ശബ്ദിക്കേണ്ടത് അത് ഇടതുപക്ഷ MP-മാരാണെന്നുള്ള ഒരു ധാരണ BJP-യുടെ തോളത്ത് കൈവച്ചുകൊണ്ട് BJP-യുടെ B ടീമായിട്ട് കേരളത്തിൽ നിന്ന് പോകുന്ന കോൺഗ്രസ് MP-മാരെ ഇനി ലോക്സഭയിൽ എത്തിച്ചാൽ അത് അപകടകരമാണെന്നുള്ളൊരു വസ്തുത കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷ ഭൂരിപക്ഷം MP-മാരെയും പാർലമെന്റിലേക്ക് അയച്ച് പാർലമെന്റിൽ ഒരു വലിയ പ്രതിപക്ഷ ശക്തിയായിട്ട് BJP ഇനി വരുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ BJP വരുമെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ്, ഇനി വന്നാൽ തന്നെ അതിനെതിരെ നേരിടാനുള്ള ശക്തിദുർഗമായിട്ട് 1, 2, 3 MP-മാർ മാത്രമുള്ള പോലും പാർലമെന്റിനെ വലിയ രീതിയിൽ എന്താ പറയുക ചലിപ്പിച്ചിട്ടുള്ള ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം കൂടുതൽ മെമ്പർമാർ വന്നിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിന് ഗുണകരമാകും, മതേതര ഇന്ത്യക്ക് ഗുണകരമാകും, പ്രത്യേകിച്ച് കേരളത്തിന് ഗുണകരമാകും എന്നുള്ളവരും കേരളത്തിലെ ചിന്താശക്തിയോട് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ചോദ്യത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ, ഭൂരിപക്ഷം സീറ്റിൽ ഇത്തവണ LDF ജയിക്കും. ശ്രീ സന്ദീപ് വാര്യർ, കേരളം നിങ്ങൾക്ക് ഒരു തവണ നിയമം ഒഴികെ മറ്റൊരിടത്തും ഈ പറയുന്ന പ്രാതിനിധ്യം നൽകിയിട്ടില്ല. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സത്യം പറഞ്ഞാൽ BJP-ക്ക് ഒരു നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ്. വോട്ട് പെർസെന്റോ
ഒന്നും കൊണ്ട് നിങ്ങൾക്ക് ഇത്തവണ തൃപ്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ പാർട്ടി തലത്തിലുള്ള വിലയിരുത്തൽ. തൃശ്ശൂരിലേക്ക് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ നോക്കുകയും ചെയ്യുന്നത്. എന്താണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ കേരളത്തിൽ? മാധു പറഞ്ഞതിൽ വസ്തുതാപരമായിട്ടുള്ളൊരു പെശകുണ്ട്. ഇവിടെ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് കേരളത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു MP ഉണ്ടായിരുന്നു. അങ്ങനെ MP ജയിപ്പിക്കാൻ കഴിഞ്ഞ ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ട് ഒരു തെറ്റായിട്ടുള്ള നെറേറ്റീവ് മുന്നോട്ട് വെക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല മലയാളം സംസാരിക്കുന്ന രണ്ട് ബിജെപിയുടെ പ്രതീക്ഷ എന്നാണ് ചോദിച്ചത്, ഇന്ത്യയുടെ പ്രതീക്ഷ എന്നല്ല. മറ്റൊന്ന്, ആ ഭൂമിക എത്രത്തോളം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വോട്ട് നൽകിയ ഒരു പ്രദേശമാണെന്ന് അങ്ങേക്ക് അറിയുകയും ചെയ്യാം. ശരി, ഇനി ഞാൻ അങ്ങയുടെ ആ തിരുത്തിനെ അങ്ങനെ തന്നെ സ്വീകരിക്കാനും തയ്യാറാണ്, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത്, അന്ന് ലക്ഷദ്വീപിൽ നിന്നും ഒരു MP ഉണ്ടായി, കേരളത്തിൽ നിന്നും ഒരു MP ഉണ്ടായി. ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാളും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അടൽ ബിഹാരി വാജ്പേയിയുടെ മുഖം വെച്ച് തന്നെയാണ് അന്ന് വോട്ട് തേടിയത്. ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ തന്നെയാണ് വോട്ട് തേടിയത്. വാജ്പേയിയുടെ നേതൃത്വത്തിനും വാജ്പേയിയുടെ മുഖത്തിനും തന്നെയാണ് ജനങ്ങൾ വോട്ട് നൽകിയത്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കി ജയിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാജ്യത്ത് BJP അന്നത്തേതിനേക്കാൾ ഏറെ വളർന്നു കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് നോക്കൂ, ഇപ്പോൾ ഒരല്പസമയം മുമ്പ് പ്രിയപ്പെട്ട റെജി ലൂക്കോസ് അദ്ദേഹം പറഞ്ഞത് എന്താണ്? രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ ശബ്ദമാകാൻ ഇടതുപക്ഷത്തെ ജയിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് പോലും ഉറപ്പുണ്ട് ഇവിടെ വരാൻ പോകുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് ശ്രീ റെജി ലൂക്കോസിനുമുണ്ട്. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഉണ്ടാകുന്ന തർക്കമൊന്നുമില്ല. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ പറഞ്ഞല്ലോ 400 സീറ്റ് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് പോലും കേരളത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്തിനാണ്? പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടിയുള്ള വോട്ടാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് മലയാളികൾ ഇവർക്ക് വോട്ട് ചെയ്യുന്നത്? മലയാളികൾ വോട്ട് ചെയ്യുന്നത് പ്രതിപക്ഷത്തിരിക്കാനുള്ള MP-മാർക്ക് വേണ്ടിയിട്ടാണോ മലയാളികൾ വോട്ട് ചെയ്യേണ്ടത്? അതോ രാജ്യത്തെ ഭരണപക്ഷത്ത് വരുന്ന ദേശീയധാരയിൽ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വോട്ട് ചെയ്ത് രാജ്യത്തിൻ്റെ വികസന ചക്രത്തിൽ പങ്കാളിയാവുകയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ രാജ്യത്തോടൊപ്പം നിൽക്കാൻ വേണ്ടി തയ്യാറാവുകയുമാണോ മലയാളികൾ വേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഇന്ന് മലയാളി വോട്ടർമാരെ മുന്നിൽ ഞങ്ങൾ വയ്ക്കുന്നത്. പരാജയപ്പെടുന്നവർക്ക് വേണ്ടി നിങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം? തോൽക്കാൻ പോകുന്നവർക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം വേസ്റ്റ് ആക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തോൽക്കാൻ വേണ്ടിയുള്ള മത്സരത്തിന് വേണ്ടി ഇവർക്ക് എന്തിനു വോട്ട് ചെയ്യണം? ഇവരാരും ഭരിക്കാൻ പോകുന്നില്ല. ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? റെജി ലൂക്കോസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ഇനി കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ഇവർ രണ്ടുപേരുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരൊരാളായിരിക്കുമല്ലോ. ഇവരുടെ രണ്ടുപേരുടെയും മുന്നണിയും ഒന്നാണല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ ഈ പരസ്പരം ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്നതിൻ്റെ പ്രസക്തി എന്താ ഉള്ളത്? ഒരു മുന്നണിയുടെ ഭാഗമായി ദേശീയ തലത്തിൽ നിൽക്കുകയും പരസ്പരം ഭിന്നിച്ചിവിടെ മത്സരിക്കുകയും അതിനുശേഷം ഒരു മുന്നണിയുടെ ഭാഗമായി അകത്തു പോയിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നവർ, അതും പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി വോട്ട് ചോദിക്കുന്നവർ, അവർക്ക് വേണ്ടി ഇത്തരം ആളുകൾക്ക് വേണ്ടി എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് പാഴാക്കുന്നത് എന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഇത്തവണ വോട്ടർമാരെ മുന്നിൽ ഉയരാൻ പോകുന്നത്. അവിടെയാണ് BJPയുടെ പ്രസക്തിയുള്ളത്. BJPക്ക് നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കേരളത്തിൽ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരുമായി നിരന്തരം സംവദിച്ചുകൊണ്ട് അവരെ സമീപിക്കുന്നവരാണ്. അത് പഞ്ചായത്ത് തലം മുതൽ പാർലമെന്റ് തലം വരെ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലോ 10 തെരഞ്ഞെടുപ്പിലോ പരാജയപ്പെട്ടു എന്ന് കരുതി എപ്പോഴും ഒരു സേഫ് സ്ഥലത്ത് മാത്രം ഇരുന്നു കൊണ്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല BJP. എല്ലാ തരത്തിലുള്ള ടെറൈനുകളിലും, അത് പ്രതികൂലമായ കാലാവസ്ഥയിലും നിരന്തരമായി ജനാധിപത്യ സംവിധാനത്തിൽ ഇടപെടുകയും ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി മാറിയത്. നോക്കൂ, ഞങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് മിണ്ടാതിരുന്നെങ്കിൽ, അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അത് ഞങ്ങളുടെ ജീവനും ജീവിതത്തിനുമൊക്കെ പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതി ഞങ്ങളുടെ നേതാക്കന്മാർ മിണ്ടാതിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുമായിരുന്നോ? ഈ രാജ്യത്ത് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരാൻ സാധിക്കുമായിരുന്നോ? കോൺഗ്രസിനൊരു ബദലുണ്ടാകുമായിരുന്നോ? അപ്പം ഞങ്ങൾ നിരന്തരമായി അത്തരത്തിലുള്ള വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് ഇതര സർക്കാർ രൂപീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടായത്. അത് മാത്രമല്ല, ആദ്യമായി 2 തവണ തുടർച്ചയായി മുഴുവൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയിട്ടും ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടറും നിലവിലെ സർക്കാരിനെതിരെ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി സർക്കാർ 3ാമതും അധികാരത്തിലെത്തുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ പോകുമ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നൊന്നും ഇല്ല എന്നുള്ളത് ഇവിടെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന, രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ വാദത്തിന് വേണ്ടി ചിലപ്പോൾ റെജി ലൂക്കോസ് ഒക്കെ വലുതും പറയുമായിരിക്കും. ആത്യന്തികമായി അവർക്കും അറിയാം നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു തരത്തിലുള്ള പൊതുജന വികാരവും രാജ്യത്തില്ല. മറിച്ച് സംസ്ഥാന സർക്കാരിനെതിരായ വലിയ ജനവികാരം നിലനിൽക്കുകയാണ്. ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ നിലനിൽക്കുന്ന CPM ഇവിടെ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ്. മറുവശത്ത് കോൺഗ്രസ് പ്രതിപക്ഷം എന്ന നിലയിൽ കേരളത്തിൽ സമ്പൂർണ്ണമായി പരാജയപ്പെടുകയും ജനങ്ങളുടെ ശബ്ദമാകുന്നതിൽ അവർ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 മുന്നണികളെയും കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിക്കുകയും BJPയോടൊപ്പം അണിചേരുകയും ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം അണിചേരുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീകുമാർ, കേൾക്കാമോ?
ശ്രീ എൻ ശ്രീകുമാർ, അങ്ങനെ തോൽക്കുന്നവർക്കൊപ്പം നിൽക്കാൻ കേരളത്തിലെ ജനം തയ്യാറാകേണ്ടതുണ്ടോ എന്നുള്ളതാണ് ശ്രീ സന്ദീപാരുടെ ചോദ്യം. ദേശീയ രാഷ്ട്രീയത്തിന്റെ മുന്നോട്ട് പോക്കിനനുസരിച്ചാണോ കേരളത്തിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് എന്നൊരു ചോദ്യം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ശരിയാണ്, രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നിൽക്കുന്നു. 19 സീറ്റുകളാണ് UDFന്റെ കൈവെള്ളയിൽ കേരളം വെച്ചു കൊടുത്തത്. അന്ന് പക്ഷേ കുറച്ചൊക്കെ ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നോ കോൺഗ്രസിനൊപ്പം എന്നതുകൂടിയുണ്ട്. ഇത്തവണ അത്രമേൽ കടുത്ത ഒരു പോരാട്ടം BJPക്കെതിരെ NDAക്കെതിരെ മുന്നോട്ട് വെക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നൊരു ആശങ്ക കേരളത്തിലുണ്ടോ? ഈ 19 സീറ്റിൽ നിങ്ങളെ നേരിടാൻ, നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്ന 19 സീറ്റിൽ നേരിടാൻ CPM ഇത്തവണ കളത്തിലിറക്കുന്നത് അവരുടെ കരുത്തരായ മുഖങ്ങളെയാണ് എങ്കിൽ കോൺഗ്രസിന് കേരളത്തിൽ പോരാട്ടം കടുക്കുമോ? ശ്രീമതി മാധു, ഇതിനു മുമ്പ് സംസാരിച്ച 2 സുഹൃത്തുക്കളുടെ ഞാൻ കൂടുതലായിട്ട് കേട്ടില്ല. പക്ഷേ ഇന്ന് BJPയുടെ ദേശീയ കൗൺസിലിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അദ്ദേഹം കോൺഗ്രസിനെയാണ് ഭയപ്പെടുന്നത്. അദ്ദേഹം കോൺഗ്രസിനെയാണ് കാര്യമായി വിമർശിക്കുന്നത്. കോൺഗ്രസ് ദേശീയ തലത്തിലൊരു ശക്തി അല്ലെങ്കിൽ ഇത്ര കോൺഗ്രസിനെ ഭയക്കേണ്ട കാര്യമുണ്ടോ? കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നത് അധികം സമയം ആയിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആ നിലയ്ക്ക് മാത്രമല്ല, ഒരു 400 സീറ്റ് വേണം, ഒരു 370 സീറ്റ് വേണം, ലോകരാഷ്ട്രങ്ങൾ വീണ്ടും ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് BJP ഗവൺമെൻറ്റിനെയാണ് ക്ഷണിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദി പിന്നീട് പറയുന്നതൊക്കെ ഒരു കോൺഗ്രസിനെ ഭയന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിനെ ഭയക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് രാജ്യത്ത് ശക്തമായൊരു പ്രതിപക്ഷം എന്ന നിലയ്ക്കുള്ളതാണ്. അതാണ് BJPയുടെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം മാധു ചോദിച്ചത്, കേരളത്തിൽ 19 ലോക്സഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നുകൊണ്ടാണെന്നാണ്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. ആ ചിന്തയ്ക്ക് ഇപ്പോൾ എങ്ങനെ ഉടവ് തെട്ടുന്നത് എങ്ങനെയാണ്? കേരളത്തിലെ കാര്യമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിലെ മുഖ്യ മുന്നണികൾ UDFും LDFുമാണ്. ഇവിടെ ഭരിക്കുന്നത് LDF ആണ്. അവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ അജണ്ട എന്താണ്? അവരുടെ അജണ്ട അവരിതുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അജണ്ട വെക്കണമെങ്കിൽ ഒന്നുകിൽ അവർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കൽ, അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൻ്റെ മികവ്. ഇത് മൂന്നും അവർക്കില്ല. അതുകൊണ്ട് LDFും UDFും തമ്മിലുള്ള മുഖ്യ മത്സരത്തിൽ UDFന് ജയിക്കാൻ ഒരുപാട് കാരണങ്ങളും അജണ്ടയും പറയാനുണ്ടാകും. അവിടെ BJP മുന്നണിക്ക് എന്താണ് പ്രസക്തിയുള്ളത്? BJP മുന്നണി ഒരു ത്രികോണ മത്സരത്തിന് ഒരു കളമൊരുക്കാൻ പറ്റാവുന്ന ഒരു കളിക്കാരൻ എന്നതിൽ കവിഞ്ഞ് ഒരു കാഴ്ചക്കളിക്കാരൻ എന്നതിൽ കവിഞ്ഞ് അവർക്ക് എന്താണ് അവിടെ പ്രസക്തിയുള്ളത്? ഏത് ലോക്സഭാ മണ്ഡലത്തിലാണ് BJPക്ക് ശക്തിയുള്ളത്? തിരുവനന്തപുരവും തൃശ്ശൂരും ഞങ്ങൾ പിടിക്കും, മറ്റുള്ള 4 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ശക്തമായി തിരിച്ചുവരാൻ ശ്രമിക്കും എന്നൊക്കെ അവർ പറയുമ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ദേശീയ തലത്തിൽ BJPക്ക് ഒരു ശക്തിയുണ്ട്, അതിനനുസരിച്ച് കേരളത്തിന് ശക്തി ഉണ്ടാക്കുമെന്നല്ലേ? കേരളത്തിൽ എവിടെയാണ് അവർക്ക് ശക്തിയുള്ളത്? ശ്രീമതി മാധു, ലോകസഭയിൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, രാഷ്ട്രീയം അറിയുന്ന ഏതൊരു വിദ്യാർത്ഥിയും പറയുന്ന കാര്യം എന്താണ്? BJPയുടെ സുവർണാവസരം 2019 കഴിഞ്ഞു. കാരണം എന്താണ്? 2019 ശബരിമല സുവർണാവസരമാണെന്ന് BJP നേതാക്കൾ പറയുകയും BJPയുടെ പ്രമുഖ നേതാക്കളെയൊക്കെ മത്സരിപ്പിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് അവർക്ക് ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്ത് അവരുടെ മുതിർന്ന നേതാവ് രാജഗോപാൽ പറഞ്ഞ എന്താണ്? അടുത്ത കാലത്തൊന്നും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ, ശശി തരൂർ എന്ന വ്യക്തിയെ തോൽപ്പിക്കാൻ കഴിയില്ല. ആരാ പറഞ്ഞത്? തിരുവനന്തപുരത്തെ MLA ആയിരുന്ന രാജഗോപാൽ. കേരളത്തിലെ BJPയുടെ ആദ്യത്തെ MLAയും ഏക MLAയും ആയിരുന്ന രാജഗോപാൽ. പിന്നെ ഞാൻ വല്ലതും പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ അവരെന്താണ് പറയുന്നത്? തൃശ്ശൂരിലത്തെ കാര്യം. തൃശ്ശൂരിൽ എന്താണ് അവർക്ക് ഇത്ര താല്പര്യം? സുരേഷ് ഗോപി മത്സരിക്കുന്നു, ഒരു ചലച്ചിത്ര താരം, ജനങ്ങളേറെ അംഗീകരിച്ച, ഏറെ ആരാധിക്കുന്ന ഒരു കഥാപാത്രം. അദ്ദേഹം 2019 തെരഞ്ഞെടുപ്പിൽ വന്നു. അദ്ദേഹം പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്. വ്യക്തിപരമായി അദ്ദേഹവും ഇത്തവണ തൃശ്ശൂരിൽ വോട്ട് ചോദിക്കാൻ വരുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ത്രികോണ മത്സരം വരും. അപ്പോൾ BJPക്ക് കേരളത്തിൽ 2 മുന്നണിയെ വിമർശിക്കുമ്പോൾ അവിടെ ഞങ്ങൾ എവിടെ ജയിക്കും എന്നവർക്ക് 20 മണ്ഡലങ്ങളിലും ജയിക്കുമെന്ന് പറയാം. പക്ഷേ അവർ ജയിക്കില്ല എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 2 മുന്നണികളെയും മത്സരിച്ച് പരീക്ഷിച്ച് പരാജയപ്പെട്ടപ്പോൾ ഒരു 3-ാം മുന്നണി, ആ 3-ാം മുന്നണിയെ ഉൾക്കൊള്ളാനുള്ള രാഷ്ട്രീയമായ വിദ്യാഭ്യാസം ആർജിച്ചവരല്ല കേരളം.
കാരണം ആ മൂന്നാം മുന്നണി എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ മുഖമായിട്ട് അവർ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മത്സരം എന്ന് പറയുന്നത് LDF UDF. ഒരു മിനിറ്റ്, മാധു ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. CPM-ന്റെ ശക്തരായ എതിരാളികൾ എവിടെയാണ് മാധു? ശക്തരായ എതിരാളികൾ അവർ സ്ഥാനാർത്ഥികളെ അന്വേഷിച്ച് നടക്കുകയല്ലേ? ആ പഴയ കാലത്ത് CPM ആണ് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നത്. ഇവിടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നത് UDF-ലെ ഘടകകക്ഷികളാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിച്ചതെങ്കിൽ അദ്ദേഹം സിറ്റിംഗ് MP ആയിരുന്നു, അവരുടെ MP ആണ്. പിന്നെ കൊല്ലത്ത് പ്രഖ്യാപിച്ചു, കോട്ടയത്ത് UDF പ്രഖ്യാപിച്ചു. മറ്റുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ണൂരും ആലപ്പുഴയും ഒഴിച്ച് എല്ലായിടത്തും നിലവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് പറയുന്നു. CPM സ്ഥാനാർത്ഥികളെ തേടുകയാണ്. ആരെയാണ് തേടുന്നത്? അവർ MLA-മാരെ തേടുന്നു, മന്ത്രിമാരെ തേടുന്നു. ഇനിയും ഇവരൊക്കെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് 27-ാം തീയതിയാണ്. അതുവരെ പുറത്തു വരുന്നത് മാധ്യമങ്ങളടക്കം കൊടുക്കുന്നതൊക്കെ ഉയർന്നു കേൾക്കുന്ന പേരുകൾ മാത്രമാണ്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടൊരു ക്രൈസിസ് ഉണ്ട് എന്നൊരു ആധികാരിക വാർത്തയും ഇല്ല നമ്മുടെ മുന്നിൽ. അല്ല, ഞാനതാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് CPM-ന് ഇങ്ങനെ സ്ഥാനാർത്ഥി അന്വേഷണം നടക്കേണ്ടി വരുന്നു എന്ന് മാധ്യമങ്ങൾ എഴുതുന്നത്? നോക്കൂ, അവര് അന്വേഷിച്ചു വരുന്നു എന്ന് ഏത് മാധ്യമമാണ് എഴുതിയത്? അങ്ങനെ പറഞ്ഞതിൽ ഒരു പിശകുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു CPM-ന് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്ത ക്രൈസിസ് ഉണ്ട് എന്ന് ആധികാരികമായി ഏതെങ്കിലും മാധ്യമം പറഞ്ഞിട്ടുണ്ടോ? അല്ല, കോൺഗ്രസിനെ കുറിച്ച് പറയുന്നതൊക്കെ ആധികാരികവും CPM-നെ കുറിച്ച് പറയുന്നതൊക്കെ ആധികാരവും അല്ലാതാകുന്നത് എങ്ങനെയാ? കോൺഗ്രസിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തപ്പി നടക്കുകയാണ് എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് തപ്പി നടക്കുക എന്ന് വെച്ചാൽ അത് നമ്മളൊരു സംസാര ഭാഷയായിട്ട് കരുതിയാൽ മതി. നിങ്ങൾ നോക്കി, ഇന്നിപ്പം നിങ്ങൾ പൊന്നാനിയിൽ ഒരു യുവ സ്ഥാനാർത്ഥി ഇറക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ കണ്ണൂരിൽ നിന്നും കണ്ണൂരിൽ MV ജയരാജനെ മത്സരിപ്പിക്കുന്നു, വടകരയിൽ ശൈലജയെ മത്സരിപ്പിക്കുന്നു എന്നൊക്കെ നിങ്ങൾ എഴുതിക്കോളൂ. പക്ഷേ ഞാൻ പറയുന്നത് മനസ്സിലായില്ല മാധു. അതായത് മന്ത്രിമാരെയും MLA-മാരെയും സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് പുറത്തുനിന്ന് എന്തുകൊണ്ട് പാർട്ടിക്കൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല? എറണാകുളത്തെ കഴിഞ്ഞ തവണ പാർട്ടി സ്ഥാനാർത്ഥി രാജീവായിരുന്നു. ഇത്തവണ എന്തുകൊണ്ടാണ് അവർ സ്വതന്ത്ര അന്വേഷണം നടക്കുന്നത്? ഇത് എന്തുകൊണ്ട് എഴുതേണ്ടി വരുന്ന പത്രങ്ങൾക്ക്? അക്കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്, പരിഹസിക്കുകയല്ല ചെയ്തത്. വ്യക്തമാണ്. ശരി, ശ്രീ റെജി ലൂക്കോസ്, അതായത് പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തിക്കൊണ്ട് ഇപ്പോൾ അധികാരത്തിലില്ലാത്തിരിക്കുന്ന ഒരു PB അംഗം, 4 CC അംഗങ്ങൾ, 3 ജില്ലാ സെക്രട്ടറിമാർ, ഒരു മന്ത്രി, പിന്നെ സ്വതന്ത്രന്മാർ, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്ന പേരുകൾ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ശരിയാണ്, നമ്മുടേത്. അതിന് മുൻപ് എനിക്ക് കൃത്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന നിലയിൽ പറയാനുള്ളത്, നമ്മുടേത് വളരെ രാഷ്ട്രീയ കൗതുകമുള്ളൊരു നാടാണ്. ഏറ്റവും കൂടുതൽ വാർത്ത അനുഭവിക്കുന്നതും വാർത്ത തേടിയെത്തുന്നതുമായ ഒരു സമൂഹമാണ്. ഇവിടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന സമയത്ത് സ്വാഭാവികമായും അതിൻ്റെ വാർത്തകൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. അതുകൊണ്ടാണ് ഈ പേരുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ വടകരയിൽ KK ശൈലജയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു, കണ്ണൂരും പറഞ്ഞു കേൾക്കുന്നു, ഇങ്ങനെ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. ചില സ്വതന്ത്ര പരീക്ഷണങ്ങൾ എന്ന് ചില മാധ്യമങ്ങൾ എഴുതുന്നുമുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഈ സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ മുന്നണി? ആദ്യം പറയാനുള്ളത്, CPM-നെ സംബന്ധിച്ചുള്ള CPM-ന് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് ചില ചട്ടവട്ടങ്ങളുണ്ട്. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളത് യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് ശ്രീകുമാർ സാറിന് പറയാം. എവിടെയെങ്കിലും സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞുകൊണ്ട് CPM പിന്നെ എവിടെയെങ്കിലും അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? ശ്രീകുമാർ സാറിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ മത്സരിക്കാനുണ്ട് തയ്യാറാവുമെന്ന് പറഞ്ഞ്? CPM-നെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. പക്ഷേ ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഗതികേട് നിങ്ങൾക്കാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് സിറ്റിംഗ് MP-മാർക്കെല്ലാം സീറ്റ് കൊടുക്കുന്നത്? കേരളത്തിൽ വളരെ വ്യക്തമല്ല. ജനദ്രോഹികളെന്നും ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റബിൾ അല്ലാത്ത ചില MP-മാരുണ്ടെന്നുള്ള ശ്രീകുമാർ സാറിന് വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ ആരുടെയും പേര് ഉന്നയിക്കുന്നില്ല. അവരെ മാറ്റാനുള്ള ഗതി നിങ്ങളെക്കൊണ്ട് സാധിക്കത്തില്ല. അതിനുള്ള പവറില്ല നിങ്ങളുടെ പാർട്ടിക്ക്. ആരെങ്കിലും മാറ്റി പുതുമുഖങ്ങളെ പരീക്ഷിക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ പാർട്ടിയില്ല. അങ്ങനെ എന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെടിവെപ്പും തീവെപ്പും ഉണ്ടാകും നിങ്ങളുടെ പാർട്ടിക്കകത്ത്. അതുകൊണ്ടാണ് ഗതികേട് കൊണ്ട് ഈ ജനവിരുദ്ധരായിട്ടുള്ള കേരളത്തിൻ്റെ വികസന ദ്രോഹികളെന്ന് അറിയപ്പെടുന്ന ഈ നിങ്ങളുടെ ഈ MP-മാർക്ക് വീണ്ടും സീറ്റ് കൊടുക്കുന്നത്. എന്തെങ്കിലും പുതുമയുണ്ടോ? എന്തെങ്കിലും പുതുമയുണ്ടോ? 4ാമത്തെ 5ാമത്തെ തവണയൊക്കെ ഓരോരുത്തർ നിങ്ങൾ സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു MP പരസ്യമായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഓൺലൈൻ ചാനലിൽ കൊടുത്ത അഭിമുഖം ഞാൻ കേട്ടയാളാണ്. എൻ്റെ വീഡിയോ ഉണ്ട്. എനിക്ക് ഇത്തവണ മത്സരിക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആരാ? കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം 9 തവണ മാവേലിക്കരയിൽ നിന്ന് മത്സരിച്ചു. 9 തവണ.
ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് MP ആണ് അദ്ദേഹം ആ മണ്ഡലത്തിൽ ജനങ്ങളാൽ ഒരു പരിധിയല്ല നല്ലൊരു ശതമാനം ജനങ്ങളും അദ്ദേഹത്തെ വെറുത്തു കഴിഞ്ഞു. കാരണം യാതൊരു പ്രയോജനവുമില്ല. ഇനി പ്രയോജനമില്ല എന്നതിന് ഉപരിയായിട്ട് തിങ്ങിക്കൂടി, അതായത് എഴഞ്ഞു നീങ്ങുന്ന കേരളത്തിന് ഒരു സമാന്തര ഒരു ഹൈവേ, MC റോഡ്, ഒരു സമാന്തര ഹൈവേ, തിരുവനന്തപുരത്ത് അങ്കമാലി വരെയുള്ള ഹരിത ഹൈവേക്ക് തത്വത്തിൽ കേന്ദ്ര ഉപരിതല മന്ത്രാലയം അനുമതി നൽകിയപ്പോൾ അത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിവേദനം കൊടുത്ത ആ മനുഷ്യനെ പറ്റിയൊക്കെ നിങ്ങൾ വീണ്ടും കൊണ്ട് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുക എന്തുകൊണ്ടാണ്? അവിടെ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിലും മറ്റൊരാളെ കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. അദ്ദേഹം പറഞ്ഞ് വെടിവെപ്പും തീവെപ്പും ഉണ്ടാവും നിങ്ങളുടെ മുമ്പിൽ. അപ്പം നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഗതികേടിൽ നിൽക്കുന്നത്. രണ്ടാമത് നിങ്ങൾക്ക് ആലപ്പുഴയും കണ്ണൂരും നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. നിങ്ങൾക്ക് ഇതുവരെ ആലപ്പുഴ ഒരു സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാനോ കണ്ടെത്താനോ സാധിച്ചിട്ടുണ്ടോ? കണ്ണൂർ സുധാകരൻ ഇപ്പം നിലപാട് മാറ്റി ഞാൻ തന്നെ മത്സരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഗതികേടെന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഒറ്റ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അത് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ തോമസ് ചാഴികാടൻ. അത് EC വാക്കവർ, ഞാൻ കോട്ടത്തായിരിക്കുന്നത്. EC വാക്കവർ അദ്ദേഹത്തിൻ്റെ ഒരു എതിരാളിയേ അല്ല ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ജോസഫ് ഗ്രൂപ്പിന് സ്ഥാനാർത്ഥി. ആരെങ്കിലും രാഷ്ട്രീയപരമായ രീതിയിൽ എതിർത്താലും ഗ്രൗണ്ട് റിയാലിറ്റി അതാ. ബാക്കി വരാൻ പോകുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വെക്കുമ്പോൾ നിങ്ങൾ ഞടുങ്ങും. തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് ഇടപെടുന്ന, ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്ഥാനാർത്ഥി ലിസ്റ്റിൻ്റെ പേരുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അത് അവർ ഗസ് ചെയ്യുന്നതാണ്. അത് പത്രക്കാർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആരും പറയുന്ന മുഖങ്ങളായിരിക്കില്ല. പാർട്ടി ഔദ്യോഗികമായിട്ട് സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്ത് അത് താഴെ ഘടകങ്ങളിലേക്ക് കൊടുത്ത് അത് വീണ്ടും പാർട്ടിയുടെ സെക്രട്ടറിയിലേക്ക് ഉന്നത ഘടകത്തിലേക്ക് വന്ന് അനൗൺസ് ചെയ്യുമ്പോൾ അത് 27-ാം തീയതി സംഭവിക്കും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയും ഒരു പരീക്ഷണത്തിന് കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകത്തില്ല. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ കേരളത്തിനെതിരെ നിങ്ങൾ നടത്തിയ സമരകോലാഹലങ്ങൾ, അതിൻ്റെ പേരിൽ വാങ്ങിയ കോടികളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, കേരളത്തിനെ ഒറ്റുകൊടുത്തവർ, കേരളത്തിലെ ചെറുപ്പക്കാരുടെ മുമ്പിൽ പ്രതീക്ഷകളെ പോലും തകർത്ത നിങ്ങളുടെ ഈ ലോകസഭയിലെ മെമ്പർമാർക്ക് വിവരമുള്ള ഏതെങ്കിലും മലയാളി വോട്ട് ചെയ്യുമോ? എൻ്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഭരണപക്ഷത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളവർക്കല്ലേ വോട്ട് ചെയ്യേണ്ടതെന്നുള്ളവരും. ഭരണപക്ഷത്തിരുന്ന് രണ്ട് മലയാളികളുണ്ടായിരുന്നല്ലോ, 2 കേന്ദ്ര സഹമന്ത്രിമാർ മലയാളികളുണ്ടായിരുന്നല്ലോ. ജയിച്ചത് മറ്റു സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും സ്വന്തം ജന്മനാടിനെ കളിയാക്കാനും സ്വന്തം ജന്മനാടായ കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും സകല പദ്ധതികൾക്ക് എതിര് നിൽക്കാനും കേരളത്തിൽ ആഴ്ചയിൽ വന്ന് കേരളത്തെ കുറ്റപ്പെടുത്താനല്ലാതെ ഒരു നല്ല വാക്ക് ഈ കേരളത്തെക്കുറിച്ചോ കേരളത്തിലെ സർക്കാരിനെക്കുറിച്ചോ പറയണ്ട. ജനങ്ങളെക്കുറിച്ച് പറയാൻ അവർ വാ തുറന്നിട്ടുണ്ടോ? അവർക്കൊക്കെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മലയാളി അല്ലാതാകണം. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ശരി. ശ്രീ സന്ദീപ് വാര്യർ, കഴിഞ്ഞ തവണ ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നിൽക്കുന്നു, ദേശീയ രാഷ്ട്രീയം വലിയ തോതിൽ ഇവിടെ ചർച്ചയാകുന്നു, UDF-ന് അനുകൂലമായി വോട്ട് പോൾ ചെയ്യപ്പെടുന്നു. ഇത്തവണ ആ ദേശീയ രാഷ്ട്രീയം അത്രത്തോളം കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടില്ല എങ്കിൽ LDF UDF മുന്നണികളുടെ നേരിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത് എങ്കിൽ BJPക്ക് അത് ഗുണം ചെയ്യുമോ? മാധു, അതിനു മുമ്പ് ശ്രീ റജി ലൂക്കോസ് അടക്കം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത് എന്തിന് BJPയുടെ നേതാക്കൾക്ക് വോട്ട് ചെയ്യണം, അവർ കേരളത്തെ അവഹേളിക്കുന്നു എന്നൊക്കെയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സർക്കാരിനെ, പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്ന ധൂർത്തിനെയും ദുർവ്യയത്തെയും ജനദ്രോഹ നടപടികളെയും വിമർശിച്ചാൽ ഉടനെ അത് കേരളത്തെ വിമർശിക്കുന്നതാകുന്നത് എങ്ങനെയാണ്? കേരളത്തിലെ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് BJP നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്, BJPയുടെ MP-മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് അവർക്ക് തോന്നുമ്പോൾ നല്ല സ്ഥാനാർത്ഥികളെ കിട്ടാൻ CPM-ന് വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന് പുറത്ത് എന്താ നിങ്ങൾക്ക് ഈ സൗകര്യമില്ലാത്തത്? നിങ്ങൾ ഡൽഹിയിൽ നിങ്ങളുടെ ആസ്ഥാനം നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാത്തത്? നിങ്ങൾ മുന്നണിയുടെ ഭാഗമാണല്ലോ, എന്തുകൊണ്ടാണ് അവിടെ ഒന്നും സീറ്റ് ചോദിക്കാത്തത്? നേരത്തെ ഇടതുപക്ഷം ശക്തമായിരുന്ന പഞ്ചാബിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ രാജസ്ഥാനിലോ അതല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും നിങ്ങൾ മുന്നണിയുടെ ഭാഗമായിട്ട് പോലും ഒരു സീറ്റ് ചോദിക്കുന്നില്ലല്ലോ. അവിടെ നിങ്ങൾ പ്രചരണത്തിന് പോലും പോകുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പറ്റുന്ന സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാത്രം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. അത്തരം സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ജനാധിപത്യ മത്സരത്തിന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥിയാകാൻ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തൊന്നും എവിടെയും ആളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നിങ്ങളെ പാർട്ടി എന്ന് പറയുന്ന അത്രയും തളർന്നിരിക്കുന്നു. ഇനി കേരളത്തിൽ ഞങ്ങളുടെ പ്രതീക്ഷകളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ വീണ്ടും അഭിമുഖീകരിക്കുകയാണ്.
ഇപ്പോൾ കോൺഗ്രസിന്റെ പക്ഷത്തുള്ള നിരീക്ഷകൻ അദ്ദേഹം പറഞ്ഞത്, ശ്രീ ശിവകുമാർ സാർ പറഞ്ഞത്, ഞങ്ങൾ എവിടെയാണ് പ്രസക്തമായിട്ടുള്ളത്? ഞങ്ങൾ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്താണ് സാർ. ഞങ്ങൾ ഈ സംസ്ഥാനത്തെ പല സീറ്റുകളിലും നിർണായക ശക്തിയാണ്. തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ജയിച്ചു വരാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. വളരെ നേർത്ത വോട്ടുകളെ മാത്രം വ്യത്യാസം മതി. നിഷ്പക്ഷരായിട്ട് ചിന്തിക്കുന്ന കുറച്ച് ജനങ്ങൾ മാത്രം അപ്പുറത്തോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ BJP വിജയിക്കാവുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവും തൃശ്ശൂരാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും പാലക്കാടാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും ഒക്കെയുണ്ട്. അപ്പൊ ജനങ്ങളുടെ ചിന്താശക്തിയെ, ജനങ്ങളുടെ തെരഞ്ഞെടുക്കാനുള്ള ശേഷിയെ നിങ്ങൾ വില കുറച്ച് കാണരുത്. എല്ലാ ജനങ്ങളും നിങ്ങളുടെ പോക്കറ്റിലാണ്. ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞത് കോൺഗ്രസിന്റെ വിലയിരുത്തലിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്ന നേതാവാണ് പറഞ്ഞത് ശശി തരൂരിന് ഇവിടെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. അത് BJPയുടെ കണക്കൂട്ടലിൽ നിന്ന് മാറ്റി നിർത്തി ചിന്തിക്കണം. അതിനെ മാധു ശ്രീ O രാജഗോപാൽജി തന്നെ അക്കാര്യത്തിൽ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അത് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണെന്നും അദ്ദേഹം തന്നെ പറഞ്ഞു. അല്ല, അത് ശ്രീ O രാജഗോപാൽജി അദ്ദേഹത്തിന്റെ നിലപാട് പിന്നീട് വിശദീകരിച്ചതോടുകൂടി നിങ്ങൾ ഈ പറയുന്ന വാദം അപ്രസക്തമായി കഴിഞ്ഞു. ഇല്ലാതാവുകയില്ല, അദ്ദേഹം അത് തിരുത്തി എന്ന് പറഞ്ഞു പോകാം. ശരി, പറഞ്ഞോളൂ. അല്ല, സ്വാഭാവികമായിട്ടും ഈ സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന നേതാവ് താൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് തിരുത്താനൊന്നും നമ്മൾ ആരും വളർന്നിട്ടില്ല. അത് ഒരു കാര്യം പറഞ്ഞിട്ട് അത് തിരുത്തുമ്പോൾ അതിൽ അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ അംഗീകരിക്കാം. മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചൊന്നുമല്ല. പറഞ്ഞോളൂ. അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടില്ല, അപ്പൊ അത് സ്വീകരിക്കുക. അദ്ദേഹം അത് പറഞ്ഞ സ്ഥിതിക്ക് അത് സ്വീകരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ മര്യാദ. അപ്പോൾ ഒരാളൊരു പ്രസ്താവന പറഞ്ഞ് അത് തിരുത്തി കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നതാണ് രാഷ്ട്രീയ മര്യാദ. പിന്നീട് അതിൽ പിടിച്ചു ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇവിടെ BJPയുടെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ BJP പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നല്ല രീതിയിൽ ജനങ്ങളുമായി സംവദിച്ച് BJPക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വോട്ട് ചെയ്താൽ ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ഈ നിമിഷം വരെ ഇവർക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധി എന്തിനിവിടെ വന്ന് മത്സരിക്കുന്നു എന്നുള്ള ചോദ്യമാണല്ലോ LDFന്റെ ആൾ ചോദിക്കുന്നത്. അപ്പൊ ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ഇവരുടെ മുന്നണി ഏതാണ്? മുന്നണി നിലവിലുണ്ടോ? ഈ മുന്നണിക്ക് അകത്താണോ LDFലെ ഘടകകക്ഷികളുള്ളത്, അതോ ഇവർ പുറത്താണോ ഉള്ളത്? ഇപ്പോഴും ഇവർ ആളെ വിട്ടിട്ടില്ലല്ലോ. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഇവരിപ്പോൾ മാറിയിട്ടുണ്ടോ അതോ ഇല്ലയോ? ഇത്തരം ഒരു മുന്നണി നിലവിലുണ്ടോ? ഈ മുന്നണി ഇതുവരെ ഒരു പൊതുയോഗം നടത്തിയിട്ടുണ്ടോ? ഈ മുന്നണി ഇതുവരെ ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? ഇത്തരം ഒരു കാര്യവും നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ രാജ്യത്ത് ഒരു പ്രതിപക്ഷത്തെ ഞങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട സാഹചര്യമൊന്നുമില്ലല്ലോ. ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലോ രാജ്യത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടാവുക എന്നുള്ളത്. ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് കഴിഞ്ഞ കാലത്ത് ഈ രാജ്യത്തോട് ചെയ്തിട്ടുള്ള തെറ്റായിട്ടുള്ള നയങ്ങൾ, അവരുടെ ജനദ്രോഹ സമീപനങ്ങൾ, അതൊക്കെ തുറന്നു കാണിക്കുകയായിരുന്നു. അത് തുറന്നു കാണിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾക്ക് എന്തിനാണ് ബുദ്ധിമുട്ടുള്ളത്? ഞങ്ങളത് നിരന്തരമായി തുറന്നു കാണിച്ചത് കൊണ്ടാണ് ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പോലും അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് 2024 അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ്. അതൊരു തർക്കവും ആർക്കുമില്ലല്ലോ. ഈ രാജ്യത്ത് ഒരു മാധ്യമങ്ങൾക്ക് തർക്കമില്ല, ഇവിടുത്തെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് തർക്കമില്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് പോലും ആ കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷത്തെത്താനുള്ള വോട്ടാണ് ഇവർ ചോദിക്കുന്നത്, ഞങ്ങൾ ഭരിക്കാനുള്ള വോട്ടാണ് ചോദിക്കുന്നത്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ആ ഭരിക്കാനുള്ള വോട്ടിന് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല. 2019 മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച തെറ്റായ സർവേയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നൊരു നറേറ്റീവ് കേരളത്തിലുണ്ടായി. അങ്ങനെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ UDFനെ സഹായിക്കാനുള്ള ശ്രമം നടത്തി. അതിന്റെ ഭാഗമായിട്ട് UDFന് അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഇവിടെയുള്ള മലയാളികൾ ആ തെറ്റ് തിരുത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മാധ്യമങ്ങളുടെ പ്രചാരണം അനുസരിച്ചൊക്കെയാണ് വോട്ട് എന്ന് പറയുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ എല്ലാവരും കൂടി നിങ്ങളെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്. അല്ലാതെ നിങ്ങളുടെ നേതാക്കളുടെ വലിപ്പം കൊണ്ടോ നിങ്ങളുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര ബോധം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മിടുക്കുകൊണ്ടോ ഒന്നുമല്ല എന്നും കൂടി സമ്മതിക്കണം കേട്ടോ. സന്ധ്യ വാര്യർ, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ഫസൽ ഗഫൂർ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? മാധു തെറ്റായ രീതിയിൽ സർവേ നടത്തിയതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെയുള്ള പല സർവേകൾ രാജ്യത്തെ ജനങ്ങൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും പുറത്തു വരാറുണ്ട്. ശരിയായ സർവേ വാർത്തയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. സർവേ തെറ്റായ സർവേ ആയിരുന്നില്ലേ?
തീരുമാനിക്കുന്നതാണ്. തെറ്റായ സർവേ ആയിരുന്നു. നിങ്ങൾ ഇതിനാ മനോരമ ന്യായീകരിക്കാൻ നിൽക്കുന്നത്? ഞാൻ മനോരമയല്ലേ കുറ്റം പറഞ്ഞത്? മനോരമ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വേണ്ടി പണിയെടുക്കുന്ന സ്ഥാപനമാണ്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ എന്ന് കൂടി പറഞ്ഞു. കേരളത്തിലെ ഒരു സർവേയുടെ കാര്യം പറഞ്ഞു. കേരളത്തിലെ ചില മാധ്യമങ്ങൾ അനുകൂലമായി നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അനുകൂലമായി ചില മാധ്യമങ്ങൾ നിലപാട് സ്വീകരിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ലേ പ്രചാരണം നടത്തിയത്? രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രചാരണം നടത്തിയത്? രാഹുൽ ഗാന്ധി അങ്ങനെയാണെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം കോൺഗ്രസിന്റെ ഔദ്യോഗികമായ മാധ്യമങ്ങൾ ഇവിടെയുണ്ട്, കോൺഗ്രസിന്റെ മുഖപത്രമുണ്ട്, അവർക്ക് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെ അല്ലാതെ വേറെ ഏതെങ്കിലും മാധ്യമം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പണിയെടുത്തോന്ന് എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യം എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ മാധ്യമങ്ങൾ പണിയെടുക്കുന്നതിനനുസരിച്ചാണോ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാറ്? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 തവണയെ അധികാരത്തിൽ കേന്ദ്ര സർക്കാരിലിരുന്ന നരേന്ദ്രമോദി സർക്കാർ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങൾ പണിയെടുത്തത് കൊണ്ടുണ്ടായതാണോ? ഞാൻ ചോദിച്ചതേ ഉള്ളൂ, വേറെ തർക്കമൊന്നുമില്ല. ശരി, ഞാൻ പറയുന്നത് മറുപടി കൂടി പറഞ്ഞു പോട്ടെ. വെറുതെ ചുമ്മാ ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് തോന്നുന്നത്. അല്ല, എന്നാണ് ഞാൻ ചോദിച്ചത്, എന്നാണ് ശ്രീ സന്ദീപ് വാര്യർ ഞാൻ മാധ്യമങ്ങളുടെ ആക്രമണം. ഒരു സെക്കൻഡ് അല്ല മാധു, ഞാൻ പറയട്ടെ. ഞാൻ ഇനി പറഞ്ഞ സ്ഥിതിക്ക് ഇത് പറഞ്ഞിട്ടങ്ങ് പോകാം. ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങൾ എപ്പോഴാണ് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത്? 12 വർഷം ഗുജറാത്ത് ഭരിക്കുന്ന സമയത്ത് ഇത്രത്തോളം മാധ്യമങ്ങളാൽ വേട്ടയാടപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ മാധ്യമങ്ങളുടെ താരാട്ട് പാട്ട് കേട്ടിട്ടൊന്നുമല്ല നരേന്ദ്രമോദി ജനങ്ങളെ പിന്തുണ. മാധു എന്നെ പൂർത്തിയാക്കി സമ്മതിക്കും. അല്ല, ഒരു സെക്കൻഡ് പറയുന്നതിലൊരു വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ 2 തവണ BJP സർക്കാർ കേന്ദ്രം ഭരിച്ചത് അതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ, ഗുജറാത്ത് ഭരിക്കുന്ന കാലത്ത് എതിർ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് പറയുന്നല്ലോ അതിന്റെ മറുപടി. അല്ല മാധു, ഞാൻ പറയട്ടെ. അല്ല മാധു, ഞാൻ വിശദീകരിക്കാം. UPA ഭരിക്കുന്ന കാലത്ത് രാജ്യത്തെ ചില മാധ്യമ പ്രവർത്തകർ, ലൂട്ടിയൻ മാധ്യമ പ്രവർത്തകർക്ക് വിദേശ രാഷ്ട്രങ്ങളിൽ പോയി ഷോപ്പിങ്ങിനും മദ്യപാനത്തിനുമുള്ള അവസരങ്ങൾ പൂർണ്ണമായും കൊടുത്ത് കോൺഗ്രസിന് വേണ്ടി താരാട്ട് പാടുന്ന ഒരു മാധ്യമ സംവിധാനം രാജ്യത്തുണ്ടായിരുന്നു. ഞങ്ങൾ ആ മാധ്യമ സംവിധാനത്തിന്റെ ഓശാരം പറ്റിയിട്ടല്ല അധികാരത്തിൽ വന്നത്. ഞങ്ങൾ അവരാരെയും വിദേശത്ത് കൊണ്ടുപോയി സൽക്കരിച്ചിട്ടില്ല, പ്രധാനമന്ത്രി വിമാനത്തിൽ കൊണ്ടുപോയിട്ടില്ല, ഞങ്ങൾ ആരെയും ഒരു മാധ്യമ സ്ഥാപനത്തിന് പിന്നാലെ ഞങ്ങൾ നടന്നിട്ടില്ല. രാജ്യത്തെ ജനങ്ങളുടെ പൊതുവികാരം ഞങ്ങൾക്ക് അനുകൂലമായപ്പോൾ ചില മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. രാഹുൽ ഗാന്ധി വന്നപ്പോൾ ചില മാധ്യമങ്ങൾ അതിനർത്ഥം മാധ്യമങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി എന്നുള്ളതല്ല. ദേശീയ മാധ്യമങ്ങളാണോ എന്നൊരു കാര്യം ഞാൻ ചോദിച്ചതേ ഉള്ളൂ. താരതമ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഉണ്ടാവുക, അല്ലാതെ ഒരു താരതമ്യം ദേശീയ മാധ്യമങ്ങളുടെ നിങ്ങളുടെ ആളുകളുടെ കാര്യം പറയുന്നത്, ആ ലൂട്ടിയ മാധ്യമങ്ങളുടെ കാര്യം പറയുന്നത്, ആ ലൂട്ടിയ മാധ്യമങ്ങളുടെ കാര്യം പറയുന്നത് അല്ലെന്നേ. ഞാൻ ഇപ്പോഴത്തെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പണിയെടുത്തു എന്ന് അങ്ങ് മാധ്യമങ്ങളെ പറഞ്ഞപ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിക്ക് വേണ്ടി ദേശീയ മാധ്യമങ്ങൾ പണിയെടുത്തു എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അത് ഇക്കാലത്തെ ഏറ്റവും ആ സമയത്ത് ഉണ്ടാവുകയില്ല. താരതമ്യത്തിലൊരു കാല സമാനത മാധു ഉണ്ട്. ഞാൻ പറയട്ടെ, അല്ല സമാനത ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തല്ലേ. നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തല്ലേ മാധു. 2019 ഒരു കാലത്തും ഞങ്ങൾ ഒരു മാധ്യമത്തിന്റെയും പുറകെ പോയിട്ടില്ല. രാജ്യത്തെ പൊതുവികാരം നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായപ്പോൾ ചില മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ ഒരു മാധ്യമങ്ങൾക്ക് പിന്നാലെ പോകണ്ട, അധികാരം ഇരിക്കുന്നിടത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർ അങ്ങോട്ട് വന്നുകൊള്ളു. ശരി, ഓക്കെ, ഞാൻ വരാം ശ്രീ സന്ദീപ് വാര്യർ. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അങ്ങനെയാണോ കാണുന്നത്? അങ്ങാണ് മാധ്യമപ്രവർത്തകരെ പറ്റി അങ്ങനെ കണ്ടു പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ മാധ്യമങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നതെന്ന്? അത്രേ ചോദിച്ചുള്ളൂ. അങ്ങനെ മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് ഇതുവരെ പറഞ്ഞ എല്ലാ വാക്യങ്ങളും അങ്ങ് വിസ്മരിച്ചിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു പോലെ ശ്രീ സന്ദീപ് വാര്യർ. അല്ല, അങ്ങ് ഇവിടെ ചില മാധ്യമങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെ മാധ്യമങ്ങൾ ചെയ്തതിന്റെ ഫലമാണോ നിങ്ങൾ അനുഭവിച്ചതെന്ന് ചോദിച്ചുള്ളൂ. ഈ കാര്യം ഞാൻ വ്യക്തമായി 15 തവണ പറഞ്ഞു കഴിഞ്ഞു ശ്രീ സന്ദീപ് വാര്യർ. ഇനി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയുമില്ല. ഒരു 15 തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ മാധ്യമങ്ങൾ അങ്ങനെയാണെന്ന് അങ്ങ് പറഞ്ഞപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അങ്ങനെ ചെയ്തതിന്റെ ഗുണമാണോ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ ചോദിച്ചേ ഉള്ളൂ. അതൊരു 15 തവണ ചോദിച്ചു കഴിഞ്ഞു. അങ്ങേക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അത് നിങ്ങൾ 15 തവണ എന്നെ തടസ്സപ്പെടുത്തിയത് മറുപടി പറയാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറയുമ്പോൾ അങ്ങാണ് അതിന് പിന്നെ ഒരു താരതമ്യമില്ലാത്ത കാലയളവിനെ കുറിച്ച് പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്നതിന് തെരഞ്ഞെടുപ്പ് ഫലം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി രാജ്യത്ത് വികാരമില്ല. തെറ്റായ സർവേ ഫലം കേരളത്തിൽ പ്രസിദ്ധീകരിച്ചു. ആ സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് എന്റെ വാദം. ആ വാദം ശരിയായിട്ടുള്ള വാദമാണ്. അതിലെന്താ തെറ്റുള്ളത്? ഒരു സർവേ ഫലത്തിന്റെ കാര്യം മാത്രമല്ല ശ്രീ സന്ദീപ് വാര്യർ അങ്ങ് ആ ഉത്തരത്തിൽ പറഞ്ഞത്. ഒരു സർവേ അല്ല, കേരളത്തിലെ 2 മാധ്യമങ്ങൾ. അതിനുശേഷം ചില മാധ്യമങ്ങൾ അനുകൂലമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അതിനെ മാത്രമാണ് എതിർത്തത്.
അതിനെ മാത്രമാണ് എതിർത്തത് ശ്രീ സന്ദീപ് വാര്യർ. എനിക്ക് തർക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ശ്രീ ഫസൽ ഗഫൂർ, ദേശീയ രാഷ്ട്രീയം ഇത്രത്തോളം ചർച്ചയാകുന്ന ഒരു തിരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇത്തവണ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ദാ മിഷൻ 400 ആണ് BJPയുടേത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. കോൺഗ്രസിന്റെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ ചേരിയിൽ ദാ ഇന്നും കോൺഗ്രസ് ചേരി വിട്ട് BJPയിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസിന്റെ മുഖങ്ങൾ പോയേക്കുമെന്ന വാർത്തകൾ വരുന്നു. ഇന്ത്യ മുന്നണി അത് മരിച്ചുപോയെന്ന് ചിലർ പറയുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന, അതിന്റെ രക്ഷാധികാരികളായിരുന്നവർ മറുകണ്ഠം ചാടിപ്പോകുന്നു. അങ്ങനെ മുന്നണി സംവിധാനം തന്നെ ഉണ്ടോ എന്നൊരു ചോദ്യം BJPക്ക് ആധികാരികമായി ചോദിക്കാൻ കഴിയുന്നു. ഇന്ന് പ്രധാനമന്ത്രിക്ക് പ്രതിപക്ഷത്തെ ആകെ പരിഹസിക്കാൻ കഴിയുന്നു. ഇങ്ങനെ ദേശീയ രാഷ്ട്രീയം ചർച്ചയായാൽ ഇവിടെ ആർക്കാണ് അത് അനുകൂലമാവുക? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ രാഷ്ട്രീയം ഇവിടെയായിട്ടൊന്നൊരു ബന്ധമില്ല. കാരണം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, എമർജൻസിക്ക് എതിരായിട്ട് വടക്കേ ഇന്ത്യയിൽ വലിയ ബഹളം നടന്നു. അവിടെ ഇന്ദിരാഗാന്ധിക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരൊറ്റ സീറ്റ് മാത്രം കിട്ടിയുള്ളൂ എന്നുള്ള, മിശ്രയുടെ സീറ്റ് മാത്രം കോൺഗ്രസിൻ്റെ. ബാക്കി ഉള്ള എല്ലാ സീറ്റും അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ കേരളത്തിൽ 20 സീറ്റും കിട്ടി. ഇവിടെ പിണറായി വിജയൻ ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 19 കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വിചിത്ര ജീവികളാണ്. അവർ കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാർ, വൈകാരികമായിട്ട് അത് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കാറ്റൊന്നും ഇവിടെ വീശാൻ പോകുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ആര്യവർത്ത എന്ന് പറയും. അതായത് ഹിന്ദി ഭാഷയ്ക്ക് പ്രാമുഖ്യമുള്ള സ്ഥലങ്ങൾ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയിട്ടുള്ള ആ ഏരിയ മുഴുവനും BJPയുടെ കയ്യിൽ വരുമ്പോൾ മറ്റു ഏരിയകളിലൊക്കെ മറ്റുള്ളവർ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് തെക്കേ ഇന്ത്യയിൽ മുഴുവനും നമുക്കറിയാം, YSRCPയും കോൺഗ്രസും അല്ലെങ്കിൽ DMKയും, അപ്പുറത്തെ വശത്ത് മമതാ ബാനർജിയും, ഇപ്പുറത്തെ വശത്ത് അതിലൊരു അപവാദം എന്ന് പറയാൻ നമുക്ക് കാര്യമായിട്ട് ആസാം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കൺസോളിഡേഷൻ. പക്ഷേ ആ കൺസോളിഡേഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഇവർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള മുന്നണിയായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് കുറവ് സീറ്റ് തന്നെ വരാൻ കാരണം. കോൺഗ്രസിൻ്റെ സീറ്റുകൾ നമുക്കറിയാലോ, പഴയ ചരിത്രം നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ DMK മാത്രം ഉണ്ടായിട്ട് കോൺഗ്രസ് പ്രതിപക്ഷത്ത്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അണ്ണാ DMK വന്ന്. അതേ സാധനം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. TDP വന്ന്, എവിടെ YSRCP വന്ന്, TRS വന്ന്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് BJPക്ക് അനുകൂലമായിട്ടാണ് കാറ്റ് വരുന്നത്. കാരണം ഭാരതീയ ജനതാ പാർട്ടിയെ എതിർക്കാനായിട്ട് അവിടെ ഉള്ള ഏക ശക്തി, ആര്യവർത്തയിൽ എതിർക്കാനുള്ള മുഖ്യ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സാണ്. നിർഭാഗ്യവശാൽ 20 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ കൂറുമാറി. 20. SM കൃഷ്ണ, ഗിരിധർ ഗമാങ്, പിന്നെ അതുമാതിരി തന്നെ SB ചവാൻ. അതിൻ്റെ ലിസ്റ്റ് ഭയങ്കര ഭീകരമാണ്. ആ ലിസ്റ്റ് വഹിച്ചാൽ നാരായൺ ദത്തിവാരി, ഭഗവത് ജ ആസാദ്, അതായത് ഏതൊക്കെ, അമരേന്ദർ സിംഗ്, ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ടോ അതിലെ മുഖ്യനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് കൂറുമാറിപ്പോയി. അപ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിൽ, ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഇത്തവണത്തെ ഇലക്ഷനിൽ അവിടെ കോൺഗ്രസ്സിന് വലിയ രക്ഷയില്ല. പക്ഷേ ഒരു കാര്യം കൂടെ ഞാനൊരു മുന്നറിയിപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിൽ എങ്ങനെ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ധ്രുവീകരണ രാഷ്ട്രീയം ശ്രമിച്ചാൽ, ഉദാഹരണമായിട്ട് ഇന്ദിരാഗാന്ധി അത് ശ്രമിച്ചു. ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവിന് ശേഷം അപ്പോഴാണല്ലോ അവർ പോയിട്ട് സർദാർമാരായിട്ട് ഏറ്റുമുട്ടുകയും നമ്മുടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഉണ്ടാവുകയും ചെയ്തതൊക്കെ. അതേമാതിരി തന്നെ മണ്ഡൽ കൊണ്ടുവന്നിട്ടൊരു ധ്രുവീകരണം ശ്രമിച്ചു, ജനതാ പരിവാർ. ഞാൻ ആ പേര്, അങ്ങനെ അവർ പേര് കൊടുക്കാം നമുക്ക്, ജനതാ പരിവാർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ആ ജനതാ പരിവാർ മുഴുവൻ കുടുംബം സ്വത്തുക്കളായി മാറി. അതെ, അപ്പോൾ ഇനി ഇത് തന്നെ ഉണ്ടാകാൻ പോകണം. ഇങ്ങനെ BJP ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ തവണ ചിലപ്പോൾ അവർ ജയിച്ചെന്നിരിക്കും. പക്ഷേ പിന്നീട് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശിഥിലീകരിച്ച് അങ്ങോട്ടും കൂടെ ആവും. കാരണം അതിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ആകെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, അതിനെ നിയന്ത്രിക്കുന്ന RSS എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന ഇപ്പോൾ ഡയറക്റ്റ്ലി രാഷ്ട്രീയത്തിൽ ഇടപെടാത്തോടത്തോളം കാലം അതിന് ഒരു നേട്ടമാണ്. അത് കാരണം അതിൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ട്. പക്ഷേ അങ്ങനെയില്ല. അങ്ങനെ ആയിട്ടായിരുന്നെങ്കിൽ വാജ്പേയി തുടർന്നേല, അപ്പോൾ തുടരൂല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ചർച്ച നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ്സിന് അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് വലുതായിട്ട് അത് ചർച്ച ചെയ്യാനില്ല. അപ്പോൾ ഞാൻ കോൺഗ്രസ്സിനെതിരായിട്ടുള്ള ഒരാളൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം വടക്കേ ഇന്ത്യയിൽ ഇനി സീറ്റുകൾ കണ്ടുപിടിക്കുക വലിയ പ്രയാസമായിരിക്കും. ഈ കോൺഗ്രസ് സർവേകൾ അനുസരിച്ച് പറയുന്നത് 72 സീറ്റ് കിട്ടും. പക്ഷേ ആ 72 സീറ്റ് അവരിൽ പറഞ്ഞിട്ടുള്ളതിൽ 16 സീറ്റ് കേരളത്തിനാണ്. അതിൽ 5 സീറ്റ് എങ്ങാണ്ട് DMKയുടെ ആണ്. പിന്നെ കർണാടകയിൽ നിന്ന് 3-4, അങ്ങനെ അത് തട്ടിമുട്ടിയിട്ട് അത് 70 എത്തിക്കുകയാണ്. അപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ, കേന്ദ്രീയ നേതൃത്വത്തിൻ്റെ പറ്റ ഫെയിലിയർ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യമായിട്ടൊരു ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു യാത്രക്ക് പോകണം, നമ്മളെ കാണാനില്ല. മനസ്സിലല്ലേ, ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. മകൻ്റെ കല്യാണത്തിനായാലും മകളുടെ കല്യാണത്തിന് പിതാവിനെ കാണാനില്ല എന്ന് പറഞ്ഞ മാതിരിയായിപ്പോയി. ആ യാത്രക്ക് പോക്കലല്ലോ ജോലി വേണ്ടത്. ആ സമയത്ത് പോയിട്ട് ആ ഇന്ത്യ അലയൻസ്
അത് ഒന്നിച്ച് തുന്നിക്കൂട്ടി അതിനൊരു ശക്തിയാക്കി മാറ്റാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് നിതീഷ് കുമാർ ഇറങ്ങിപ്പോയത്. നിതീഷ് കുമാർ ഏറ്റവും വലിയ അവസരവാദി ആയിക്കോട്ടെ, എന്തായാലും ആവട്ടെ. അതേമാതിരി തന്നെ അതേ സമയം തന്നെയാണ് ഈ പാർട്ടികളെ പിളർക്കുന്നത്. ആര്? നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി അതേ തക്കം നോക്കിക്കൊണ്ട് ശിവസേനയും അതേമാതിരി തന്നെ പവാറിൻ്റെ പാർട്ടിയും NCP ഒക്കെ പിളർക്കുന്നു. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഫെയിലിയറായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പിളർക്കുന്നതിലൊന്നും ഇപ്പം ദുഃഖിച്ചിട്ട് കാര്യമില്ല. പണ്ടും ഇതുമാതിരി പാർട്ടികളെ പിളർന്നിട്ടുണ്ട്. മുമ്പ് നമ്മുടെ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഭജൻലാൽ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് MLA-മാരെയും കൊണ്ട് ജനതാ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലോട്ട് കൂറുമാറി. അപ്പോൾ അതിലിപ്പോൾ അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള എന്താ ഉള്ളത്? നമ്മൾ പറയാം രാഷ്ട്രീയമായിട്ട് യാതൊരു തരത്തിലുള്ള നമ്മൾ മൊറാലിറ്റിയും ആ കാര്യത്തിലില്ല. അപ്പോൾ ആ സമയം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ആസ് ഇറ്റ് ഇസ് കേന്ദ്രത്തിൻ്റെ അതൊന്നും ഇവിടെ ഫലിക്കാൻ പോണില്ല. ഇവിടെ വരാൻ പോകുന്ന ഒരൊറ്റ കാര്യം ഞാൻ പെട്ടെന്ന് കാര്യം ഞാൻ ലാസ്റ്റിൽ ജോയിൻ ചെയ്തുകൊണ്ട് പറഞ്ഞുതരാം. ഇവിടെ ഒരു സംഭവം ഉണ്ടാകാൻ പോണേ ഞാൻ പറഞ്ഞുതരാം. ആ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഭരണത്തിനെതിരായിട്ട് ഒരു നീക്കം. അപ്പോൾ കേരളത്തിലെ വോട്ട് പോകണം എങ്ങനെ നിങ്ങൾ പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് വെച്ചാൽ എന്നെക്കാട് മുതിർന്ന നിരീക്ഷകരിക്കുന്നുണ്ട്. 50% വോട്ട് നമ്മളെപ്പോഴും ജാതി മതം പറയുന്നത്, പക്ഷേ 50% വോട്ട് കേരളത്തിലെ പൊളിറ്റിക്കലാണ്. അത് മുഖ്യമായിട്ട് കിടക്കുന്നത് കോൺഗ്രസിൻ്റെ CPM-ൻ്റെ കയ്യിലാണ്. ഇപ്പുറത്തെ ഭാഗത്ത് 15% BJP, 15% മുസ്ലിം ലീഗ്, അല്ലെങ്കിൽ 10% കേരള കോൺഗ്രസ്സുകൾ. അങ്ങനെയാണ്. ഇതിലിപ്പോൾ എന്താ ഉണ്ടാവണം? ഇതിൽ ഷിഫ്റ്റ് വരുത്താനായിട്ടാണ് രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലസ്തീൻ വിഷയമൊക്കെ നമുക്കറിയാം. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് വരുത്താനായിട്ട്. അപ്പോൾ ഈ ഷിഫ്റ്റിലെ കാര്യത്തിൽ CPM കുറേയേറെ വിജയിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് പാലം പണിയാൻ പറ്റിയിട്ടുണ്ട് അങ്ങോട്ട്. മനസ്സിലായി? മുമ്പില്ലായിരുന്ന ഇപ്പോൾ നമ്മൾ CPM നമുക്ക് അതിൽ കുറ്റം പറയാൻ പറ്റില്ല. ദീർഘകാലമായിട്ട് സ്വത്ത് രാഷ്ട്രീയം പറഞ്ഞ് നടന്നിരുന്നവരാണല്ലോ UDF-കാർ. അപ്പോൾ അവരുടെ ഉള്ളിലോട്ടൊരു പാലം CPM പണയുമ്പോൾ അതെന്താണ് CPM അവരങ്ങനെ പണയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ഇന്ന് ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോൾ നടന്നു വന്ന പരിപാടി മുജാഹിദിൻ്റെ വലിയ സമ്മേളനം കോഴിക്കോട് നടക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം സുന്നി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്, മുജാഹിദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും അദ്ദേഹം കോൺഗ്രസ് അച്ഛന്മാരായിട്ട് അദ്ദേഹം ഇടപെടുന്നു. അപ്പോൾ സ്വത്തരാഷ്ട്രീയത്തിൻ്റെ UDF-ൻ്റെ സ്വത്തരാഷ്ട്രം നിൽക്കുകയാണെങ്കിൽ UDF സുഖമായിട്ട് ജയിക്കും. ഇത്തവണ സുഖമായിട്ട് ജയിക്കും. അതല്ല ഇതിൽ വിള്ളൽ വരുത്താൻ പറ്റുകയും അപ്പുറത്തെ ഭാഗത്ത് ഇത്തവണത്തെ ഭരണത്തിൻ്റെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഞാനത് ചെയ്യുന്നത് ശരിയല്ല, അത് അഴിമതിയാണ്, ഇതാണ് മറ്റൊന്നും ദുർഭരണം, അതൊന്നും ഞാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ആരോപണങ്ങൾ ജനങ്ങൾ ഏൽക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഈ വോട്ട് CPM-ന് വോട്ട് പോകും. അപ്പോൾ അത്തരത്തിൽ നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ വലിയൊരു കോൺഗ്രസ്സിന് അങ്ങനെ വലിയൊരു തകർച്ച ഉണ്ടാവില്ല. കാരണം അവരാണല്ലോ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ ഞാനൊരു കാര്യം കൂടെ പറയാം. മുസ്ലിം ലീഗിന് 3ാമത്തെ സീറ്റ് കിട്ടേയില്ല. അത് കിട്ടൂല എന്ന് ഞാൻ എഴുതി വെച്ച് തരാം. അത് വെറുതെ ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 2 സീറ്റ് കോൺഗ്രസിൻ്റെ പഴയ സീറ്റ് കോൺഗ്രസ് നിലനിർത്താൻ, കാരണം കോൺഗ്രസിന് സീറ്റ് എടുത്ത് കൊടുക്കേണ്ടി വരും മുസ്ലിം ലീഗിന്. എനിക്ക് രണ്ടാം ഘട്ടത്തിൽ അങ്ങയിലേക്ക് വരുമ്പോൾ അത് ചോദിക്കുകയും ചെയ്യാം. ശ്രീ എൻ ശ്രീകുമാർ, പക്ഷേ നോക്കൂ, 2021-ൽ CPM-ന് 2ാം ഊഴം കൊടുത്ത, LDF-ന് 2ാം ഊഴം കൊടുത്ത അതേ ജനങ്ങളാണ് തൊട്ടു മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ ഒരു തരംഗമെന്ന രീതിയിൽ പ്രതിപ്രവർത്തിച്ചത്. അന്ന് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസിനൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. അതിനുശേഷം നടന്ന അട്ടിമറികളിൽ കോൺഗ്രസിനൊപ്പം കേരളത്തിലെ ജനവികാരമുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടായിരുന്നു. ഇന്ന് പോലും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന് കമൽനാഥ് BJP-യിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ്. മനീഷ് തിവാരി BJP-യിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ്. ഗെഹ്ലോട്ട് മാറി ചിന്തിക്കുമോ എന്ന കാര്യമാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ പ്രതീക്ഷ വെക്കാൻ എന്തുണ്ട് എന്നൊരു ചോദ്യം രാഷ്ട്രീയമായ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. ശ്രീമതി മാധു, 2019-ലെയും 2021-ലെയും കാര്യങ്ങൾ ചോദിച്ചല്ലോ. ഞാനൊരു ചെറിയ കാര്യം പറയാം. 2019-ലെ തിരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയായിക്കോട്ടെ. 2021-ൽ നമ്മളുടെ നാട്ടിലുണ്ടായ രോഗാവസ്ഥയും കാര്യങ്ങളൊക്കെ LDF-ന് അനുകൂലമായെന്നുള്ള ഒരു രാഷ്ട്രീയമായ ഒരു നിരീക്ഷണമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നേരത്തെ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണപരമായ പരാജയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയല്ലേ. ജനങ്ങളുടെ മുമ്പിലുള്ള കാര്യം എന്താണ്? അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നാണ് സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള രാഷ്ട്രീയം അറിയുന്നവരൊക്കെ ചിന്തിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ചില MLA-മാരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കാൻ CPM താല്പര്യപ്പെടുന്നു, മന്ത്രിമാരെ സ്ഥാനാർത്ഥികളാക്കാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെ പറയുന്നില്ലേ. ഇവിടെയൊക്കെ ബൈ ഇലക്ഷൻ വന്നാലത്തെ സ്ഥിതി എന്താ ശ്രീമതി മാധു?
രാജിവെക്കുകയോ വേണ്ടതൊക്കെ വേറെ വിഷയം. പക്ഷേ ബൈ ഇലക്ഷൻ വന്നാൽ CPM-ന് പഴയ പോലെ ജയിച്ചു കയറാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ അത്ര ഒരു അവസരം ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPM ഈ സ്ഥാനാർത്ഥികളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞത്. പിന്നെ ചോദിച്ച ചോദ്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പം നോക്കൂ, കർണാടകത്തിലെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഷെട്ടാർ അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നു. അതെന്താ വരാൻ കാരണം? കോൺഗ്രസ് അധികാരത്തിലെത്തും എന്നൊരു ധാരണയുള്ളതുകൊണ്ട് അദ്ദേഹം വന്നു, അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. കമൽനാഥിൻ്റെ കാര്യത്തിൽ കമൽനാഥ് പോയിട്ടൊന്നുമില്ല. പിന്നെ പോകും എന്ന് പറഞ്ഞ് ചർച്ചയാവുന്നുണ്ട്. അദ്ദേഹം പോകുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ തന്നെ അതിനൊരുപാട് കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇപ്പോൾ അശോക് ചവാൻ പോയപ്പോൾ അതിന് അദ്ദേഹം ഒരു കാരണവും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം കോൺഗ്രസിനെയും കുറ്റം പറഞ്ഞില്ല. പക്ഷേ എന്താണ് കാരണമായിട്ട് കണ്ടെത്തിയെന്താണ്? ഒരു കേസ് നടത്തുന്നുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പരിധിയിലുള്ള ഒരു കേസ് ഉണ്ടെന്ന് വന്നു. ശരി, അസം മുഖ്യമന്ത്രി ഹെമന്ത് ബിശ്വ ശർമ്മ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം എങ്ങനെ പോയി നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഹൈന്ദവരുടെ മൊത്തം ഉത്തരവാദിത്വം ഞങ്ങളാണെന്ന് കരുതുന്ന ഒരു പാർട്ടി, ആ പാർട്ടി ചില കാര്യങ്ങൾക്കായിട്ട് ആ പാർട്ടി ഉണ്ടാക്കാവുന്ന ചില രാഷ്ട്രീയമായ ചില താല്പര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രതിഫലിക്കുമോ? ഒന്ന്. അതോ അരിയില്ല, മുളകില്ല, പരിപ്പില്ല തുടങ്ങിയ കാര്യങ്ങൾ പ്രതിഫലിക്കുമോ? 2 ശമ്പളം പ്രതിഫലിക്കുമോ? 3 പെൻഷൻ പ്രതിഫലിക്കുമോ? 4 വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പ്രതിഫലിക്കുമോ? 5 അഴിമതി പ്രതിഫലിക്കുമോ? ഇതൊക്കെ കേരളത്തിലുണ്ട്. ഇതെല്ലാം ബാധിക്കുമ്പോൾ ഇവിടെ UDF-ൻ്റെ നില ഭദ്രമാണെന്ന് തന്നെ പറയാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ CPM-ൻ്റെ പ്രതിനിധിയായി വന്നിട്ടുള്ള സുഹൃത്ത് റെജി പറഞ്ഞെന്താണ്? കോൺഗ്രസിൻ്റെ MP-മാരെ മാറ്റുന്നില്ല. കാരണം MP-മാരുടെ പ്രകടനം മെച്ചപ്പെട്ടാണെങ്കിൽ അവർ സ്വയം ഒഴിവാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒഴിവാക്കും. കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ അവർ ആരൊക്കെയാണ്? അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, ജനദ്രോഹി എന്നുള്ള അവരുടെ രാഷ്ട്രീയമായ എതിരഭിപ്രായമല്ല. അതിന് ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ ആലപ്പുഴ MP ആരിഫിനെ അവർ മാറ്റുമോ? ഇല്ല. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മളൊരു കൗതുകമാണ് കേട്ടോ. CPM-ൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വയനാട്ടിൽ പോയില്ല. അവിടെ KK ശൈലജ MLA പോയി ഇല്ലേ? പാർട്ടി തീരുമാനമാണോ ശൈലജ ടീച്ചർ അവിടെ പോയത്? എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രി കോഴിക്കോട്ടുണ്ട്, അദ്ദേഹം പോയിട്ടില്ല. വനമന്ത്രി പിന്നെ കോൺഗ്രസിൻ്റെ NCP ആണ്, പോട്ടെ. അവിടുത്തെ MLA ആയ ഒരു CPM-ൻ്റെ MLA അദ്ദേഹം അവിടെ ഇന്നലത്തെ ആ ഒരു പ്രതിഷേധത്തെ ഭയന്ന് അങ്ങോട്ട് ചെന്നില്ലെന്ന് പറയുന്നു. അത് പാർട്ടി തീരുമാനമാണോ? അങ്ങനെയാണെങ്കിൽ KK ശൈലജ വയനാട്ടിൽ പോയത് വലിയ ചർച്ചയാവേണ്ടതല്ലേ? കാരണം CPM-ലെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പേരുള്ള ഒരാളാണ് ശൈലജ ടീച്ചർ. എങ്ങനെ? വാർത്താ മാധ്യമങ്ങളിൽ. അപ്പോൾ ശൈലജ ടീച്ചർ അവിടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിതാ പോകുന്നു, നമ്മുടെ മുഖ്യമന്ത്രി വന്നില്ല, ഞങ്ങളുടെ മന്ത്രിമാർ വന്നില്ല എന്നൊരു സന്ദേശം കൊടുത്താൽ അത് ഏതെങ്കിലും രീതിയിൽ നേട്ടമുണ്ടാകുമോ? എനിക്കറിയില്ല കേട്ടോ. ഞാനത് ഒരു കൗതുകമായതുകൊണ്ട് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ CPM-ൽ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ പഴയ പോലെയുള്ള ആശയ തത്വസംഹിതകളോ അല്ലെങ്കിൽ അവരുടെ അച്ചടക്കമൊന്നും ഇപ്പോൾ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും വരണ്ടല്ലോ. പണ്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും തിരുത്തേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ മാത്രം ഞാൻ പറയാം, എത്ര സമരം, അതിനുശേഷം തിരുത്തി ബജറ്റിൽ തിരുത്തിയിട്ടിപ്പോൾ എന്താണ്? ആ തിരുത്തിയതിൽ ഉറച്ചു നിൽക്കാൻ പോലുമുള്ള ഒരു ആർജവം ആ പാർട്ടി കാണിക്കുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്തായാലും ശരി, സ്ഥാനാർത്ഥി എന്തായാലും ശരി, ഒറ്റ ചിന്തയേ ഉള്ളൂ, അത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിൽ ജയവും തോൽവിയുമാണ്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അജണ്ട എന്താണ്? CPM-ൻ്റെ ഇടതുമുന്നണിയുടെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട എന്താണ്? കോൺഗ്രസ് വിരുദ്ധമാണോ? എങ്കിലിത് പറ. BJP വിരുദ്ധവും കോൺഗ്രസ് വിരുദ്ധവും ഒരുമിച്ചാണോ? എങ്കിലിത് പറ. അതല്ല, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി BJPക്ക് താല്പര്യമുണ്ട്, ആ BJPയുടെ താല്പര്യത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി CPM ശ്രമിക്കുമോ? എങ്കിൽ അത് പറ. അജണ്ടയില്ല. ആദ്യ അജണ്ട നിശ്ചയിക്ക്. പുതുപ്പള്ളിയിൽ അജണ്ടയില്ലാതെ പോയി, അവിടെ ഉമ്മൻചാണ്ടിയുടെ വികസനത്തെ കുറ്റം പറഞ്ഞു പോയി, തോറ്റു തുന്നം പാടി. അതുപോലെയായിരിക്കും ഇത്തവണയും സംഭവിക്കുക ഈ രീതിയിൽ പോയാൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യം അജണ്ട നിശ്ചയിക്കുക, മര്യാദയ്ക്കുള്ള രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കുക. അതല്ലാതെ കോൺഗ്രസിനെയും കുറ്റം പറയുക, BJPക്കെതിരെ കേന്ദ്രത്തിനെതിരെ പറയുക, എന്നിട്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു സഹായം പരോക്ഷമായി സ്വീകരിക്കുക. കാരണം എന്താണ്? കേരളത്തിലെ BJP എന്താ പറയുന്നത്? ഇവിടെ കോൺഗ്രസ് തോൽക്കണം,
CPM എന്താ പറയുന്നത്? ഇവിടെ കോൺഗ്രസ് തോൽക്കണം. CPMന്റെ ആഗ്രഹം എന്താ? ജയിക്കണം. അപ്പോൾ ആരുടെ വോട്ട് കിട്ടിയാൽ സഹായകമാകും? BJP സഹായിക്കുകയും ചെയ്താൽ എളുപ്പമായില്ലേ? ഇതൊക്കെയാണ് കേരളം കാണുന്നത്. അവിടെയാണ് ജനങ്ങളുടെ മുമ്പിൽ സപ്ലൈകോയും റേഷൻ കടയും ശമ്പളവും പെൻഷനും അതിന് വരുന്നത്. അവസരം കാത്തിരിക്കുകയാണ് ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യാൻ. അതവിടെ ചെയ്യപ്പെടുന്ന വിവാദങ്ങളാണോ അതോ ദേശീയ രാഷ്ട്രീയമാണോ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വലിയ പ്രചാരണ വിഷയമാകുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് നേരത്തെ ചോദിച്ചു BJPക്ക് എവിടെയാണ് കാലുറപ്പിച്ച് നിൽക്കാൻ കഴിയുക എന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP CPM അന്തർധാര ഉണ്ടാകുമോ എന്ന് ഇന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. കരുവന്നൂർ ബാങ്കിലെ പ്രശ്നവും ഒപ്പം നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷന് എതിരായ കൊടകര കുഴൽപ്പണ കേസും തമ്മിൽ ഒരു സമവായം ഉണ്ടാക്കുമോ എന്നതടക്കം ചോദ്യങ്ങൾ ഇന്നും ചോദിക്കുന്നുണ്ട്. പലയിടങ്ങളിൽ ഈ പറയുന്ന വോട്ടിന്റെ സ്വാധീനം BJP CPMന് അനുകൂലമായി വിനിയോഗിക്കുമോ എന്ന ചോദ്യം കോൺഗ്രസ് സ്ഥിരമായി ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾ തിരിച്ചും ഉന്നയിക്കാറുണ്ട്. BJP അങ്ങനെ ഞങ്ങൾ വോട്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല എന്നും പറയാറുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടുത്തെ ഒരു ഈ പറയുന്ന സമവാക്യം? ഒരു സമവാക്യവുമില്ല. CPMനെ സംബന്ധിച്ചോളം ഈ രണ്ട് പാർട്ടികളുമായിട്ട് ഏറ്റുമുട്ടി കേരളത്തിലെ മതേതരം, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം 100% പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് മുന്നണിയാണ് LDFും സർക്കാരും. അത് യാതൊരു തർക്കമില്ല കാര്യത്തിൽ. ഇവിടെ VD സതീശൻ പറഞ്ഞത് ഞാനും കേട്ടു. അതായത് BJP ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളവരും VD സതീശനെ കുറിച്ചുള്ള പ്രഖ്യാപിതമായിട്ടുള്ള പരാതികൾ BJP ആയിട്ടുള്ള ബാന്ധവത്തെക്കുറിച്ചുള്ളതൊക്കെ വളരെ അതിലേക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. നമുക്കിവിടെ നല്ല മുമ്പിൽ ആ വസ്തുതകളുണ്ട്. തന്നെ മേലെ അദ്ദേഹത്തിനോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, BJPക്ക് വേണ്ടി നേതാക്കന്മാരെ സപ്ലൈ ചെയ്യുന്ന തൊഴിലൊന്നും നിർത്തേ. അവർക്ക് നേതാക്കന്മാരെ സപ്ലൈ ചെയ്യുന്നൊരു ഫാക്ടറി ആയിട്ട് കോൺഗ്രസ് അധപ്പതിച്ചത് ഒന്ന് ബ്രേക്ക് ഇടാനുള്ള ശ്രമം നടത്തുക ആദ്യമായിട്ട്. അവസാനം രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലിനെ പോലെ കുറേ ആളുകളുമായിട്ട് അവശേഷിക്കുന്ന സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പം മനീഷ് തിവാരി കോൺഗ്രസിലേക്ക് പോകുന്നത് അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ആകെപ്പാടെ ഇതിനകത്ത് പറയാൻ പോസിറ്റീവായിട്ടൊരു കാര്യമുണ്ട് കോൺഗ്രസിനെ കുറിച്ച്. കോൺഗ്രസ് എടുത്ത ആകെ ഒരു നല്ല തീരുമാനങ്ങൾ വർഷങ്ങൾക്ക് ശേഷം എടുത്ത കമൽനാഥിന് സീറ്റ് കൊടുക്കാതിരുന്നതാണ്. അതായത് 2 തവണ കേന്ദ്രമന്ത്രി, മധ്യപ്രദേശ് മുഖ്യമന്ത്രി, സകലതും കൊടുത്തതിന് ശേഷം അയാൾ വീണ്ടും അവകാശവാദങ്ങളായിട്ട് വന്നപ്പോൾ അയാൾക്ക് സീറ്റ് കൊടുക്കാതിരുന്നത് കോൺഗ്രസ് എടുത്തൊരു ധീരമായ നിലപാടാണ്. ഇത്തരം നിലപാടുകൾ ദേശീയ തലത്തിൽ ഈ കോൺഗ്രസ് നേരത്തെയൊക്കെ എടുത്തിരുന്നെങ്കിൽ ഈ പാർട്ടി ഇപ്പം ഈ രാജ്യത്ത് നിന്ന് ഭാഷ ഉണ്ടാകുന്ന ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തത്തില്ലായിരുന്നു. ഇതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ സ്വയം ചികിത്സിക്കുക എന്നുള്ളതാണ് VD സതീശന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉപദേശം അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത്. എന്താണ് നയം എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ നേരത്തെ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് നയം എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചോളം BJPയെ എതിർക്കുക, ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിൽ നിങ്ങളെ എതിർക്കുക. ആരെയാ? കോൺഗ്രസിനെ. കാരണം BJPയുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കേരളത്തിൻ്റെ വികസനത്തിന് BJPയുടെ മുതിർന്ന നേതാക്കന്മാരോട് ഒപ്പം കൂടിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ അടുത്ത് പോയി കേരളത്തിലെ വികസനത്തിനെ അട്ടിമറിക്കാനായിട്ട് അള്ളു വെക്കാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ വോട്ട് തരുന്നത്? ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സമയമില്ല, അതുകൊണ്ടാണ് അങ്ങ് ക്ഷമിക്കണം. ശ്രീ ഫസൽ ഗഫൂറിയും ലീഗിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് CPMന്റെ പരാമർശങ്ങൾ എല്ലാ ദിവസവും എന്നതുപോലെ വരാറുണ്ട്. ഇന്ന് കുറച്ചു മുമ്പ് പറഞ്ഞിരിക്കുന്നു ഗോവിന്ദ മാഷ്, ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും മുൻപുമുള്ള ലീഗ് കോൺഗ്രസ് സമവാക്യത്തിൽ വലിയ തോതിൽ മാറ്റമുണ്ടാകുമോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ലീഗ് UDFിൽ തന്നെ ഉണ്ടാകുമല്ലോ അല്ലേ? ഒരു കാരണവശാലും ലീഗ് UDF വിട്ടുപോകില്ല. എന്താ കാര്യം? അതൊക്കെ റീസൺ എന്താ അറിയാമോ? ലീഗിന് സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ്. അപ്പുറത്തെ ഭാഗത്തൊരു കൂടുതലായിട്ടുള്ള നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സെക്കുലറായിട്ടുള്ള ഇതും സെക്കുലർ തന്നെയാണ്, പക്ഷേ കുറച്ചൊക്കെ ശാസ്ത്രീയമായിട്ടും അല്ലെങ്കിൽ മതപരമായിട്ടും അല്ലാതെ ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് അത് വീണ്ടും പൊട്ടിപ്പോവുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട് വോട്ട് ചെയ്യണമെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് ചുരുങ്ങിപ്പോകും എന്നുള്ള ഒരു കാര്യത്തിൽ സത്യമല്ല. പക്ഷെ അങ്ങനെ സത്യമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ആ ശ്രമങ്ങൾ ഉണ്ടായിട്ടും അത് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ലീഗിനെ നിരന്തരമായി ലക്ഷ്യം വെക്കുന്നത്? അതൊരു രാഷ്ട്രീയ തന്ത്രമാണപ്പാ.
മനസ്സിലായോ? അത് അത്രേ ഉള്ളൂ. അല്ലാതെ ലീഗ് ഇങ്ങോട്ട് ഞാനൊരു കാര്യം പറയട്ടെ, മുസ്ലിം സംഘടനകൾ ഒന്നടക്കം ലീഗ് CPM-ൽ പോകുന്നതിനെതിരാണ്. കാരണം അവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്ദീപ് വാര്യർ മുഖ്യമന്ത്രി ആയി പോകുന്നതാണ് ഞങ്ങൾക്ക് പേടി. എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ CPM-ന്റെ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇവിടെ ശിഥിലീകരിക്കപ്പെട്ടു പോകും, ഒറ്റപ്പെട്ടു പോകും. അപ്പുറത്തെ ഭാഗത്ത് വരുമ്പോൾ BJP ഇപ്പം തന്നെ BJP-യും കോൺഗ്രസും കൂടെ തമ്മിൽ ഒരു 5% വോട്ട് വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 15, 20, 22 വരെയും വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഈ വോട്ടും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് പൊതുവെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ടത്തരമായിരിക്കും ലീഗ് അങ്ങോട്ട് പോകുന്നതെന്നാണ് എൻ്റെ മാത്രമല്ല മറ്റുള്ള മുസ്ലിം സംഘടനകളുടെ എല്ലാവരുടെയും അഭിപ്രായം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലുമില്ല. കേരളത്തിലെ 2 മണ്ഡലങ്ങളിൽ ഏറെക്കുറെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായിട്ടുണ്ട്. 27-ന് CPM-ന്റെ പട്ടിക വരും, കോൺഗ്രസിന്റെ പട്ടികയും പെട്ടെന്ന് തന്നെ വരും. കേരള കോൺഗ്രസുകാർ മുഖാമുഖം മത്സരിക്കുന്ന കാഴ്ച 47 വർഷക്കാലത്തിന് ശേഷം കോട്ടയത്തുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ കളം സജീവമാവുകയാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.